ശ്രീ രാമസിംഹൻജി, നമുക്കറിയാം, ഇത് എനിക്ക് തോന്നുന്നു വെള്ളിയാഴ്ച ശനിയാഴ്ചയോടുകൂടി നടന്ന ഒരു സംഭവമാണിത്. ഇതേവരെ അസ്വാഭാവിക മരണത്തിന് മാത്രമാണ് കേസെടുത്തിട്ടുള്ളത്. അതിന്റെ എനിക്ക് തോന്നുന്നു 174 ആണ് ആക്ട് ഇട്ടിരിക്കുന്നത് എന്ന് അല്ലെ ആരിഫ്ജി? അതാണ് തോന്നുന്നത്. എന്തായാലും ആരിഫ്ജിക്ക് അത് കറക്റ്റ് അറിയാം. യെസ് യെസ്. അപ്പൊ അതിൽ തന്നെ FIR നമ്മൾ കണ്ടു, ആ കോപ്പി. അത്തരത്തിൽ അസ്വാഭാവിക മരണം എന്ന് മാത്രം, അതല്ലെങ്കിൽ അതിൽ ആരാണ് അസ്വാഭാവികത വരുത്തിയത് എന്ന് കൊടുത്തിട്ടില്ല. മാത്രമല്ല, ഇത് കൃത്യമായിട്ടും ഒരു കൊലപാതകമാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും അതിനെ തെറ്റ് പറയാനാവില്ല. കാരണം അത് 67 ആയാലും 69 ആയാലും 2.5 മാസമായാലും കുഞ്ഞാണെങ്കിലും അതല്ലെങ്കിൽ 69 വയസ്സുള്ള ഒരാളാണെങ്കിലും കൊലപാതകം തന്നെയാണ് എന്ന് നമ്മുടെ നീതിന്യായ വ്യവസ്ഥകളൊക്കെ നമ്മൾക്കറിയാം. ഈ സമയം വരെ ഒരാൾക്കും മെഴുകുതിരി കത്തിക്കാനോ അതല്ലെങ്കിൽ ഒരു സാംസ്കാരിക നായകരുടെയും ഇതുവരെ തുറന്നിട്ടില്ല. അത്തരത്തിൽ പോയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ മൂവാറ്റുപുഴയിൽ 69 ദിവസം പ്രായമായിട്ടുള്ള ചേരാകർമ്മത്തെ തുടർന്ന് കൊല്ലപ്പെട്ട ആ കുട്ടിയുടെ വിഷയത്തിൽ എങ്ങനെയാണ് അങ്ങ് ആ വിഷയത്തെ കാണുന്നത്? പുറത്ത് വന്നത് ഭാഗ്യം കേട്ടത് 1, 2, 3 പക്ഷെ ഇതുപോലെ പുറത്തു വരാത്തത് 100 കണക്കിനുണ്ട്. എനിക്ക് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്നും പിന്തിരിഞ്ഞു നോക്കുമ്പോൾ ഏറ്റവും ബുദ്ധിമുട്ട് അനുഭവിച്ച ഒരവസ്ഥ എന്ന് പറയുന്നത് എൻ്റെ സുന്നത്താണ്. ഞാനത് കൃത്യമായിട്ട് പറഞ്ഞു തരാം, അപ്പൊ നിങ്ങൾക്ക് അത് മനസ്സിലാവുന്നുണ്ടോ. എനിക്കന്ന് 4 വയസ്സാണ്. എൻ്റെ ജ്യേഷ്ഠന് 6 വയസ്സ്, അടുത്ത ബാക്കി 7 വയസ്സ്. 3 പേരുടെ സുന്നത്ത് ഒരുമിച്ചാണ് നടക്കുന്നത്. അപ്പൊ സുന്നത്ത് എന്ന് പറയുമ്പോൾ ഇതുപോലെ സംഗതി മുറിച്ചു കളയാന്നുള്ള വിവരം എനിക്ക് കൂട്ടുകാരിൽ നിന്ന് കിട്ടി. അപ്പൊ ഞാൻ ഭയങ്കര അസ്വസ്ഥനായിരുന്നു. അന്ന് രാവിലെ വെള്ള ഡ്രസ്സൊക്കെ ഇടിയിപ്പിച്ചു. ഉച്ചയായപ്പോൾ ഞാൻ ഓടി, എൻ്റെ പറമ്പിൽ ഓടി ഒളിച്ചു. വൈകുന്നേരം ആയപ്പം അവരെന്നെ തപ്പി നടക്കുന്നുണ്ട്. ഞാൻ കാട്ടിൽ വിളിക്കുകയായിരുന്നു. ഒരു 5-10 പേര് വന്ന് എന്നെ പിടിച്ച് കൈയും കാലും പിടിച്ച് കൊണ്ടുപോയി. ഞാൻ ഭയങ്കരമായിട്ട് നിലവിളിക്കുകയായിരുന്നു. അങ്ങനെ വീട്ടിന്റെ 2ാം നിലയിലുള്ള വലിയ റൂമിലേക്ക് കൊണ്ടുപോയപ്പോൾ എൻ്റെ 2 ബ്രദേഴ്സിനെയും അവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ഇതേപോലെ ഈ 3 പേരുടെയും കണ്ണു പൊത്തി. ആദ്യം എന്നെ കണ്ണു പൊത്തിയപ്പോ എൻ്റെ കണ്ണു പൊത്തിയപ്പം 2 പേര് കൈ പിടിച്ചിരിക്കുന്നു, 2 പേര് തുട അങ്ങോട്ടും ഇങ്ങോട്ടും വലിച്ചു പിടിച്ചിരിക്കുന്നു. ഈ കണ്ണ് പൊത്തിയിട്ട് കണ്ണിന്റെ ഇടയിലൂടെ ഞാൻ കാണുന്നത് എൻ്റെ മൂത്ത ജ്യേഷ്ഠൻ ജമാലിന്റെ സുന്നത്ത് നടക്കുക. ആ സുന്നത്ത് നടക്കുന്നത് ഏറ്റവും പ്രാകൃതമായിട്ട് ഇപ്പൊ ഇന്ന് ഈ കുട്ടി മരിക്കുന്ന ആ പ്രാകൃത രീതിയിൽ തന്നെ നടക്കുന്നത്. ഒരു ഈർക്കിൽ വെച്ചുകൊണ്ട് ലിംഗാഗ്രത്തിനെ വലിച്ചു പിടിച്ച് ഒരു കത്തി കൊണ്ട്, സാധാരണ ഷേവ് ചെയ്യുന്ന കത്തിയില്ല, ആ കത്തി കൊണ്ട് കോഴിയെ അറുക്കുന്ന രീതിയിൽ ഈ ലിംഗാഗ്രം ചെത്തി അതിനെ അപ്പൊ തന്നെ ഒരു തുണി ഇട്ടിട്ട്, അന്ന് പൗഡർ കിട്ടും, എന്താണ് ഈ ആന്റിസെപ്റ്റിക് പൗഡർ, അത് ഇട്ടിട്ട് ചീട്ടി തുണി വെച്ചിട്ട് ചുറ്റി അങ്ങ് കെട്ടുകയാണ്. അത് ഞാൻ കാണുന്നു. 2ാമത്തത് എൻ്റെ ജ്യേഷ്ഠൻ ജബ്ബാറിന് ചെയ്യുന്നു ഞാൻ കാണുന്നു. 3ാമത് എൻ്റെ അടുത്തേക്ക് വരിക. ഈ സമയം കൊണ്ട് തന്നെ ഒരു കുഞ്ഞിനുണ്ടാകുന്ന മാനസിക ബന്ധ മുഴുവനും ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. കണ്ണുകൊണ്ട് കാണുകയാണ് ഞാൻ. ഇപ്പോഴും എൻ്റെ മനസ്സിൽ അത് പോയിട്ടില്ല. അപ്പൊ ആ പ്രാകൃതമായ രീതി അത് കഴിഞ്ഞിട്ടുണ്ട് ബിജു. പിന്നീട് വരുന്നത്, അന്ന് ഈ തുണി മാത്രം വെച്ച് കെട്ടിയിട്ട് പോയിട്ട് 3 ദിവസം കഴിയുമ്പോൾ ഇത് ബ്ലഡും ഈ മാംസവുമായിട്ട് കൂട്ടിപ്പിടിച്ച ഈ തുണി ഒസാൻ വന്നിട്ട് തിളച്ച വെള്ളം എടുത്തിട്ട് ഇങ്ങനെ ഒരൊറ്റ ഒഴിക്കല ലിംഗാഗ്രത്തിലേക്ക്, എന്നിട്ട് ഒറ്റ വലിയ. അങ്ങനെ തുടർച്ചയായിട്ട് 10-20 ദിവസം ഇത് ഡ്രൈ ആയി വരും. അതിനെ കുതിർക്കും, ചൂടുവെള്ളം വെച്ച് കുതിർക്കും, ഇത് വലിച്ചു. ചുരുക്കി പറഞ്ഞാൽ ഈ പ്രോസസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് വന്നാൽ, ഞാൻ പറയുന്നത് പിന്നീട് സാൻഡ് പേപ്പർ ഇട്ട് വരുതിയാൽ പോലും ഒരു ഫീലിംഗ് ഇല്ലാത്ത അവസ്ഥയിലേക്ക് ഈ സംഗതി മാറും. ഇതെന്റെ ഒരു അനുഭവമാണ്. അപ്പൊ ഞാൻ അതിനുശേഷം ഞാൻ പലരോട് ചോദിച്ചിട്ടുണ്ട്, ഇതിന്റെ പേര് തന്നെ സുന്നത്ത് എന്നാണ്. സുന്നത്തിന് നേരത്തെ ആരിഫ് ശരിക്കും വിവരിച്ചില്ല. നമ്മളൊക്കെ പറയുമ്പോൾ എന്താണെന്ന്, ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തില്ലെങ്കിൽ കുറ്റമില്ല. ഇതാണ് ഈ സുന്നത്തിന്റെ വാക്കിന്റെ അർത്ഥം. വേണമെങ്കിൽ ചെയ്താൽ മതി, നിർബന്ധിതമല്ല, ഫർളല്ല, സുന്നത്താണ്, നിർബന്ധിതമല്ല. അങ്ങനെ നിർബന്ധിതമല്ലാത്തൊരു കാര്യത്തിലേക്കാണ് ഇത് പോകുന്നത്. ഇതിന്റെ ഇപ്പം ഞാൻ കുറെ ഇതിൽ പഠിച്ചിട്ടുണ്ട്. ഒന്ന്, എന്തുകൊണ്ടാണ് ഒരു വിഭാഗത്തിന് ഹോമോസെക്ഷൽ ഫീലിംഗ് കൂടുതൽ ഉണ്ടാവുന്നത്? എന്തുകൊണ്ടാണ് ഏറ്റവും കൂടുതൽ ആൺകുട്ടികൾ പീഡിപ്പിക്കപ്പെടുന്നത്? ഇത് എൻ്റെ ജീവിതം കൊണ്ട് ഞാൻ അളന്ന് നോക്കിയിട്ടുണ്ട്. എൻ്റെ മദ്രസ ജീവിതകാലത്ത്, ഞാൻ പള്ളിയിൽ പോയിരുന്ന കാലത്ത്, ദറസിൽ പോയിരുന്ന കാലത്ത്,
ഞാൻ കണ്ടതും ഞാൻ അനുഭവിച്ചതുമായിട്ടുള്ള വിവരങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഈ വിഭാഗത്തിന് ഈ ചേലാകർമ്മം കൊണ്ട് അല്ലെങ്കിൽ സുന്നത്ത് കൊണ്ടുണ്ടാവുന്ന പ്രശ്നം എന്ന് പറയുന്നത് വളരെ ഗുരുതരമായ പ്രശ്നമാണ്. ഒന്ന്, ഇപ്പൊ നമുക്ക് കൺപോളയുണ്ട്. ഈ കണ്ണ് ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കണ്ണടഞ്ഞ് തുറക്കുന്നുണ്ട്. നമ്മുടെ കണ്ണിലേക്ക് ഈ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും സെൻസിറ്റീവ് ആയിട്ടുള്ള ഒരു ഘടകത്തിനെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഈ കണ്ണിന് പോള വെച്ചിരിക്കുന്നത്. അത് ആ ലൂബ്രിക്കേഷൻ അങ്ങനെ തന്നെ വേണം നമുക്ക്. അതേപോലെ തന്നെയാണ് ഇപ്പൊ ഒരു കുട്ടിയുടെ ലിംഗാഗ്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ഈ ആരിഫിന്റെ ഭാഷയിൽ ഈശ്വരനില്ലെങ്കിൽ എന്തായാലും ജന്മം കൊണ്ട് അവിടെ ഒരു ലൂബ്രിക്കേഷൻ സൃഷ്ടിച്ചിട്ടുണ്ട് പ്രകൃതി. ഈ സംഗതി ലൂബ്രിക്കേറ്റഡ് ആയിട്ട് ഇരിക്കണം എന്നുള്ളത് കൊണ്ട് ഒരു ലൂബ്രിക്കേഷൻ ഈ ലിംഗാഗ്രത്തിൽ സൃഷ്ടിച്ചിട്ടുണ്ട്. ഇതിനെയാണ് ഇല്ലായ്മ ചെയ്യുന്നത്. അതോടുകൂടി ഇത് ഹാർഡനായി പോകും. അതായത് സോഫ്റ്റ് ആയിട്ട് നിൽക്കേണ്ട ഒരു ഫീലിംഗ് അവിടെ ഹാർഡനായി പോകുന്നു. അത് മനസ്സിനെ പോലും ഹാർഡ് ചെയ്യുന്ന രീതിയിലേക്ക് ഈ സംഗതി മാറും. അത് ആ ഹാർഡൻ അവസ്ഥയിൽ നിന്ന് ഉണ്ടാവുന്നതാണ് എത്ര കഴിഞ്ഞാലും തൃപ്തി എന്ന് പറയുന്നത്, ലൈംഗിക തൃപ്തി എന്ന് പറയുന്നത് മുസ്ലിം പുരുഷനെ സംബന്ധിച്ചോളം പൂർണ്ണമായിട്ടുണ്ടാവില്ല. അതുകൊണ്ടാണ് ഒന്നും കെട്ടിയാൽ പോരാ, രണ്ടും കെട്ടിയാൽ പോരാ, മൂന്നും കെട്ടിയാൽ പോരാ എന്നുള്ള ഒരു അവസ്ഥ ഉണ്ടാകുന്നത്. ഞാൻ എന്റെ കണ്ടെത്തലാട്ടോ പറയുന്നത്, എന്റെ വീക്ഷണം ഞാൻ പറയുന്നത്. അപ്പോൾ ഒരു ലൈംഗിക അതൃപ്തി അവിടെയുണ്ട്. ഒന്ന് അതിന്റെ മാനസികാവസ്ഥ. മറ്റൊന്ന് ഇതേപോലെ തന്നെ ഈ കുട്ടിയിൽ ഉണ്ടാവുന്ന ആഘാതം ഒരു കോടതിയും ഇന്ന് വരെ പഠിച്ചില്ല. ഇത് ഏറ്റവും വലിയ ബാലാവകാശ ലംഘനമാണ്. ഒരു മനുഷ്യന് അവന്റെ ശരീരത്തിന്റെ അവന്റെ സമ്മതമില്ലാതെ, അവന്റെ പൂർണ്ണതയിലെത്തിയിട്ട് അവന്റെ സമ്മതമില്ലാതെ ഒരംശം പോലും മുറിച്ചു കളയാനുള്ള അവകാശം ഇന്ന് ഈ ലോകത്തില്ല. ശരിക്കും പറഞ്ഞാൽ സുപ്രീം കോടതിയിൽ ആ രീതിയിൽ തന്നെ പോകണം. ഇറ്റ്സ് എ റൈറ്റ് ആണ്. എന്റെ ഹ്യൂമൻ ആയിട്ട് എനിക്ക് 18 വയസ്സിന് ശേഷം എനിക്ക് ബോധം വന്നതിന് ശേഷം ഞാൻ തീരുമാനിക്കുക ഇതെനിക്ക് മുറിച്ചു കളയണം. മാത്രമല്ല മൊത്തം മുറിച്ചു കളയണം എന്ന് ചോദിച്ചാൽ അത് അവന്റെ തീരുമാനമാണ്. ആ അവന്റെ തീരുമാനത്തിന് ഒരു ശരീരത്തിനെ സംബന്ധിച്ചോളം അവന്റെ അല്ലെങ്കിൽ അവളുടെ തീരുമാനത്തിനാണ് അവസാന വാക്ക്. ഇത് കോടതിക്ക് അറിയാഞ്ഞിട്ടല്ല. കോടതി ഇതിൽ ഇടപെട്ട് കഴിഞ്ഞാൽ കോടതിയുടെ സുന്നത്ത് ചെയ്യുമോ എന്നുള്ള പേടിയാണ് കോടതിക്ക് സത്യത്തിൽ. ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞുതരാം. നമ്മുടെ ശബരിമല വിഷയം കഴിഞ്ഞ ഉടനെയാണ് തിരുവനന്തപുരത്ത് നമ്മുടെ കുത്തിയോട്ടം നടക്കും. അവിടെ കുത്തിയോട്ടം എന്ന് പറഞ്ഞാൽ ഈ കുട്ടികളുടെ മുതുകില് ഒരു ചെറിയ നൂലില് ഒരു ചെറുനാരങ്ങ തൂക്കിടും. ചെറിയൊരു സ്വർണത്തിന്റെ നൂല് ഇങ്ങനെ ഒരു സ്കിന്നിന് മാത്രം കോർത്തിട്ട് ഒരു ചെറുനാരങ്ങ തൂക്കിടും. ഇത് കണ്ട് അന്ന് IPS ഓഫീസറായിരുന്ന ഒരു സ്ത്രീ അയ്യോ ബാലപീഡനം എന്നൊരു ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. സ്ത്രീകളെ IPS ഭയങ്കര പ്രശ്നമാക്കി. പോലീസ് വരുന്നു, അമ്പലത്തിൽ വന്ന് കേസെടുത്തു. പോലീസ് കേസെടുത്തു, ബാലാവകാശ കമ്മീഷൻ കേസെടുത്തു. പിറ്റേന്ന് ഞാൻ പരസ്യമായിട്ട് ഞാൻ പറഞ്ഞു ഒരു കേസും കൂടി എടുക്കണം. എന്റെ അറിവോ സമ്മതോ ഇല്ലാതെ എന്റെതും ഇങ്ങനെ മുറിച്ചിട്ടുണ്ട്, ആ ഒരു കേസും കൂടി എടുക്കണം എന്ന് പറഞ്ഞു. പിന്നീട് പിണറായി വിജയന്റെ സർക്കാർ ആ കേസും വിട്ടു, എന്റെ കേസും വിട്ടു, ഒരു കേസും എടുത്തിട്ടില്ല. അപ്പൊ ഇത് നമ്മൾ ചിന്തിക്കുന്നത് ഇത് ചെയ്താലുള്ള ഗുണം എന്ന് പറയുന്നത് എന്താണ്? ഇവര് പറയുന്നത് അസുഖത്തിന് മാറും. എന്തുകൊണ്ട് അസുഖത്തിന് മാറും? ഇപ്പൊ നമുക്ക് പശ്ചാത്തലം നോക്കുക. ആരാണ് ചെയ്തത്? ഒന്ന് അത് യഹൂദികൾ ചെയ്തു, പിന്നെ അറബികൾ ചെയ്തു. അവരെവിടെയാണ് ജീവിച്ചത്? അവര് വെള്ളമില്ലാത്തടുത്താ ചെയ്യുന്നത്. അവര് വെള്ളമില്ലാത്ത മരുഭൂമിയിലാണ് ജീവിച്ചത്. അന്ന് അണ്ടർവെയറും ഇല്ല. അപ്പൊ ഒരു കാറ്റടിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണ്? ഒരു കാറ്റടിച്ചാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണോ അതാണ് ഇതിന്റെയൊക്കെ കാരണം. പിന്നെ വൃത്തിയാക്കാനുള്ള വെള്ളമില്ലാത്തത് കൊണ്ട് ലൈംഗിക വീഴ്ചയൊക്കെ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാകുന്ന ഒരു അവസ്ഥ എന്തായിരിക്കും നമുക്ക് ആലോചിക്കാവുന്നത്. മറ്റൊന്ന്, ഇവര് മനോരിക്ക എന്ന് പറയുന്ന ഈ ശുദ്ധം ചെയ്യാൻ വേണ്ടി മണ്ണാണ് ഉപയോഗിക്കുന്നത്, കല്ലാണ് ഉപയോഗിക്കുന്നത്. അപ്പൊ അതിന്റെ കോണ്ടാക്ട് വന്നാലും സ്വാഭാവികമായിട്ടും അസുഖം വരാൻ ധാരാളം ചാൻസ് ഉണ്ട്. അപ്പൊ ആ രീതിയിൽ ഇതിന് അന്നത്തെ കാലത്ത് ചിലപ്പോൾ ഗുഹ്യരോഗങ്ങൾ കൂടുതലുണ്ടാകും. ഒന്നാമത്തത് ഈ ചൂടുള്ള അന്തരീക്ഷം, മരുഭൂമിയിലെ താമസം, ഇതെല്ലാം കൂടിയിട്ട് വെള്ളമില്ലാത്ത അവസ്ഥ, ഇതെല്ലാം കൊണ്ട് ചിലപ്പോൾ അന്ന് ഇതിന് ആരോഗ്യ പ്രശ്നങ്ങൾ കാരണം ഇത് മുറിച്ചു കളയേണ്ടി വന്നിട്ടുണ്ടാകും. പക്ഷെ കേരളത്തിലെ അവസ്ഥ അങ്ങനെയാണ്, ഇന്ത്യയിലെ അവസ്ഥ അങ്ങനെയാണ്. നമ്മൾ രണ്ടുനേരം കുളിക്കുന്ന മനുഷ്യരാണ്. നമ്മളെപ്പോഴും നമ്മുടെ സ്വകാര്യ ഭാഗങ്ങൾ കൃത്യമായിട്ടും വൃത്തിയായി സൂക്ഷിക്കുന്ന മനുഷ്യരാണ് നമ്മൾ. അപ്പൊ അസുഖം വരുന്നത് കൊണ്ട് ഇതിന് നല്ലതാണ് എന്ന് പ്രചരിപ്പിക്കുന്ന ആരാണ്?
ഈ മുസ്ലിങ്ങളായിട്ടുള്ള ആൾക്കാർ, മുസ്ലിം ഡോക്ടേഴ്സ്, മുസ്ലിം വിഭാഗത്തിലുള്ള മനുഷ്യര്, അവർക്ക് വേണ്ടി വിടുപണി ചെയ്യുന്നവര്, ഇവരൊക്കെയാണ് ഇത് നല്ലതാണ്, ഇത് ചെയ്താൽ ഗുണം, ഇത് ചെയ്താൽ ഗുണം ഇല്ല എന്നുള്ളത് എന്റെ അനുഭവം കൊണ്ട് ഉറപ്പാണ്. ഇത് ചെയ്ത ഒരാളെന്ന നിലയ്ക്ക് എന്റെ ജീവിതം 60 വയസ്സായി എനിക്ക്. ഈ 60 വയസ്സിന്റെ ഇടയിൽ ഇത് ചെയ്തത് കൊണ്ട് എനിക്ക് ദോഷമല്ലാതെ ഒരു ഗുണവും ഉണ്ടായിട്ടില്ല. ഇപ്പോഴും ഞാൻ പറഞ്ഞില്ലേ, എന്നെ വേട്ടയാടി 55 വർഷമായിട്ട് വേട്ടയാടുന്ന ഒരു ഭീകര രൂപ, ആ അവസാനമൊക്കെ എനിക്ക് കൈ കിട്ടിയ ഇപ്പൊ ഞാൻ ജനിച്ചു കൊണ്ടു. ഞാൻ ചോദിച്ചു, ഇവിടുത്തെ വക്കീലിനോട് ചോദിച്ചു, ഒരു കേസെടുക്കാവോ? എന്താണ് ഞാൻ പറയുന്ന എന്റെ മൂത്ത സഹോദരൻ, അതുകൂടാതെ അമ്മാവന്മാര്, മൊയ്യാര്, ഈ ഒസാന്മാരൊക്കെ പ്രതി ചേർത്തിട്ട് ഒരു കേസെടുക്കാവോ എന്ന് നമ്മുടെ അഡ്വക്കേറ്റ് സജിയോട് ചോദിച്ചു. സജി എന്നെ ഓടിക്കുന്നത്. കാരണം എന്റെ ഒരു അവകാശമാണ്. ഇപ്പൊ ഞാൻ ഇസ്ലാം മതം വിട്ടു, എനിക്കിതാണ് തിരിച്ചു തരിക? ഞാൻ ചോദിക്കുന്ന ചോദ്യം, എനിക്ക് ഇസ്ലാം മതം മടുത്തു, ഇസ്ലാം മതം ഞാൻ വിട്ടു, ഞാനിപ്പോ ഹിന്ദുവാണ്, എനിക്കിത് ആരാ തിരിച്ചു തരിക? എന്റെ സ്വാഭാവിക രീതി എനിക്ക് എവിടുന്നാ കിട്ടുക? ഒരു വ്യക്തി എന്ന നിലയ്ക്ക് ഒരു വ്യക്തിയില് ആ വ്യക്തിയുടെ അവകാശമാണ് അവന്റെ ശരീരം എന്നുള്ളത് നമ്മളിവിടെ അരക്കിട്ടുറപ്പിച്ച് പറയണം. വ്യക്തിയുടെ ശരീരം, ആ ശരീരത്തിൽ വ്യക്തിക്ക് മാത്രം അവകാശമുള്ളൂ. അതല്ലെങ്കിൽ എനിക്ക് അസുഖം ആലോചിച്ച് നോക്കൂ, എനിക്ക് ക്യാൻസറായി, എനിക്ക് അല്ലെങ്കിൽ ലിവർ സിറോസിസ് വന്നു, എന്റെ സമ്മതമില്ലാതെ എന്റെ ലിവർ മാറ്റാൻ പറ്റുമോ? എന്റെ സമ്മതമില്ലാതെ ഒരു ചെറിയ ഒരു അനസ്തീഷ്യ എനിക്ക് തരാൻ പറ്റുമോ? നിയമം അനുവദിക്കുന്നുണ്ടോ? ഇനി ആക്സിഡന്റ് പറ്റിപ്പോയാലും എന്റെ വേണ്ടപ്പെട്ടവരാരെങ്കിലും ഒപ്പിട്ട് കൊടുത്താലേ തിയേറ്ററിലേക്ക് കയറ്റൂ, അല്ലേ? അപ്പൊ അങ്ങനെ നിയമം ഇരിക്കുന്ന സമയത്താണ് ഒരു സമ്മതവും കൂടാതെ 5 വയസ്സുകാരനായ ബോധമില്ലാത്ത ഒരു കുട്ടിയുടെ, ഇത് 5 വയസ്സുമില്ല, 10-36 ദിവസം ഇല്ല, ആലോചിച്ച് നോക്കൂ, അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ കുട്ടിക്ക് എന്തെങ്കിലും ഫീൽ ഉണ്ടോ? ഒന്നുമില്ല. ആ ചെറുപ്രായത്തില് അതിനെ മുറിച്ചു കൊന്നു എന്ന് തന്നെ പറയണം നമുക്ക്, അല്ലേ? അല്ലാതെ എന്താ എന്ന് വാക്ക് പറയുക? മതത്തിന്റെ പേരിൽ മുറിച്ചു കൊന്നു. അപ്പം ഇവിടെ ആരാണ് കുറ്റവാളി? ഒസാനാണോ? ഒസാനല്ല കുറ്റവാളി, മതമാണ് കുറ്റവാളി. ബ്ലീഡിങ്ങോട് കൂടിയാണ് മരിക്കുന്നത്. ബ്ലീഡിങ്ങോട് കൂടിയാണ് മരിക്കുന്നത്. അപ്പൊ ഇതിന് കാരണം എന്താണ്? ഞാൻ വിശുദ്ധ ഖുർആൻ മുഴുവൻ തപ്പി നോക്കിയിട്ടും ഈ സുന്നത്ത് ചെയ്യണം എന്നുള്ളത് ഞാൻ എവിടെയും വായിച്ചില്ല. എനിക്ക് വേണമെങ്കിൽ അതിന് കൃത്യമായിട്ട് ആരിഫ് ഹുസൈൻ മറുപടി, ഞാൻ എല്ലാ സ്ഥലത്തും തപ്പി നോക്കിയ. പരിച്ഛേദം എന്ന വാക്ക് അബ്രഹാമിന് ചെയ്തതായിട്ടുള്ള ഒരു ഖണ്ഡിക പറയുന്നുണ്ട്. അതല്ലാതെ എവിടെയും ഇത് ചെയ്യണത് എവിടെയും നിർബന്ധം. അതുമല്ല ഞാൻ പറഞ്ഞില്ല, ഫർളല്ല, സുന്നത്താണ്. പിന്നെ എന്തിനാണ് ഇവിടുത്തെ ഈ മൊയ്യമാർ ഇത്രയും ഇത് പിടിക്കുന്നത്? ഇനി എന്ത് ശരി? അങ്ങനെയാണെങ്കിലും ആ കുട്ടിക്കൊന്ന് പ്രായമായിക്കോട്ടെ, ചിന്തിക്കാനുള്ള അവകാശം കൊടുക്കണ്ടേ? അതല്ലെങ്കിൽ ഒരു നല്ല അവസ്ഥയിലേക്ക് എത്തിയിട്ട് സമ്മതത്തോടു കൂടി ഡോക്ടർമാർ ചെയ്യട്ടെ. ഇത് ചെയ്തേ ഒടുങ്ങൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ചെയ്യട്ടെ. ഇപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കൂ, നമ്മളിപ്പോ ഒരു 1968 കേരള സർക്കാർ കോഴിയെ കൊല്ലുന്നതിനെതിരായിട്ട് നിയമം ഉണ്ടാക്കിയിട്ടുണ്ട്. ഹിന്ദുക്കൾ കോഴിയെ കൊല്ലുന്നു, അതുകൊണ്ട് അത് നിരോധിച്ചിട്ടുണ്ട്, മൃഗങ്ങളെ കൊല്ലുന്നത്. പക്ഷെ അത് ഹിന്ദുവിന്റെ ഈ ബലിക്ക് മാത്രമേ നിരോധനമുള്ളൂ. മുസ്ലിങ്ങൾക്ക് വലിയ പെരുന്നാളിന് എന്തിനു വേണമെങ്കിൽ വെട്ടാം, നിരോധനമില്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഹിന്ദുക്കൾ കോഴിക്ക് വരുന്ന കുമ്പളങ്ങ വിട്ട് ചെയ്യുന്നത്, അല്ലേ? അമ്പലത്തില് കോഴിക്ക് പകരം അവര് ഈ കോഴി വെട്ടുന്നത് ഈ ഒരു പ്രത്യേക വിഭാഗം ആൾക്കാർ പ്രത്യേക ആചാരത്തിന്റെ ഭാഗമായിട്ടാണ്. നമ്മളെ കുടുംബക്ഷേത്രങ്ങളിൽ കാളിക്ക് പൂജ വെക്കുമ്പോഴൊക്കെ ആ കോഴിയെ വെച്ച് വെട്ടിയിട്ട് എന്താ ചെയ്യുന്നത്? കറി വെച്ച് തിന്നുകയാണ് ചെയ്യുന്നത്, പ്രസാദമായിട്ട് കഴിക്കുക ചെയ്യുന്നത്. വലിയ പെരുന്നാളിന് എന്താ മുസ്ലിങ്ങൾ ചെയ്യുന്നത്? ആടിനെയും മൂരിനെയൊക്കെ ബലി കൊടുക്കുകയാണ്. ബലി പെരുന്നാളിനാണ് വരും, വലിയ പെരുന്നാളല്ല, ബലി പെരുന്നാളാണ്. ആ ബലി പെരുന്നാൾ മൃഗങ്ങളെ. പക്ഷെ ഇടതുപക്ഷം ഈ പറയുന്ന മറ്റേ EMSന്റെ മന്ത്രിസഭ ഉണ്ടാക്കിയത് എന്താണ്? കോഴിയെ ഹിന്ദുക്കൾ വെട്ടാൻ പാടില്ല, വിശ്വാസപ്രമാണം. അതിന്റെ അത്രയും വേണ്ട ചെറിയൊരു മര്യാദ ഈ കുരുന്നുകളുടെ ലിംഗാഗ്രഹം ഛേദിക്കുമ്പോ അതിന് ചില മാനദണ്ഡങ്ങൾ പാലിക്കണമെന്ന് പോലും ഈ സർക്കാർ പറഞ്ഞിട്ടില്ല. ഈ സർക്കാരിന്റെ മുമ്പിൽ ഞാൻ പറഞ്ഞ എന്റെ ഒരു സുഹൃത്ത് ഒരൊറ്റ കൊല്ല കിടന്നത് ഇത് പുഴുത്തു. അന്നത്തെ കാലത്ത് ഞാൻ താമസിക്കുന്ന വയനാട്ടിൽ മീനങ്ങാടിയിൽ ഒരു ഹോസ്പിറ്റലിൽ, അവിടെ ആകെ കിട്ടുന്നത് ഒരു ചുവന്ന വെള്ളവും ഗുളികയും മാത്രം കിട്ടുന്ന കാലഘട്ടമാണ്. എവിടെയും പോകാൻ പറ്റില്ല.
ആ പയ്യൻ 1 കൊല്ലമാണ് പഴുത്ത് കിടന്നത്. ഇത് സംഗതി ഇതേപോലെ ബ്ലീഡിംഗ് ആയി, പിന്നെ ഇത് വെച്ച് കെട്ടി ഉറപ്പിച്ച് ഇത് അത് 3-4 മാസം കണ്ടിന്യൂസ് ആയിട്ട് ഈ ഡ്രസ് ചെയ്യേണ്ടി വന്നു. ഇത് എന്റെ അനുഭവത്തിലുള്ളതാണത്. അതേപോലെ പല കേസുകളും ഇതുപോലെ മരണങ്ങൾ ഉണ്ടായിട്ടുണ്ട്, സെപ്റ്റിക് ആയിട്ട് മരണങ്ങളുണ്ടായി. ഇത് ആരാണ്, എന്തുകൊണ്ടാണ് ഷേവ് ചെയ്യുന്ന അതേ കത്തിക്കൊട്ടാണ് മുറിക്കുന്നത്? ഇത് സ്റ്റെറിലൈസ് ചെയ്യുന്നുണ്ടോ? ഇല്ല. എന്റെ ജ്യേഷ്ഠൻ ജമാലിനെ മുറിച്ച് അതേ കത്തി കൊണ്ട് അപ്പുറത്ത് തുടച്ചിട്ട് ജബ്ബാറിനെ മുറിച്ചു, അതേ കത്തി കൊണ്ട് തുടച്ചിട്ട് എന്നെയും മുറിച്ചു. 3 മുറി ഒറ്റ അടിക്കാണ്. അവിടെ ഈ പറയുന്ന തിളച്ച വെള്ളമില്ല, ഒന്നുമില്ല. കോഴീനെ മുറിക്കുന്ന പോലെ തന്നെ അത് മുറിക്കുന്നത്, ഒസാമാന് മുറിക്കുന്നത്. അപ്പൊ ഇതിന് ആ ഒസാൻ എന്ന് പറയുന്നത് ഒരു ആയുധം മാത്രമാണ്, കാരണം മാത്രമാണ്. പക്ഷെ ഇതിന്റെ പിന്നിൽ വർത്തിക്കുന്നത് എന്താണ്? ഈ മതമാണ്, മതത്തിന്റെ ആചാരങ്ങളാണ്, ദുരാചാരങ്ങൾ. നമുക്ക് സതി നിർത്തലാക്കാൻ പറ്റും. സതി എന്ന് പറഞ്ഞ ഒരു ആചാരം ഉണ്ടായിരുന്നില്ല എങ്കിൽ പോലും ഒരു കാലഘട്ടത്തിൽ തുടങ്ങി അത് നമ്മൾ നിർത്തലാക്കി. അതേപോലെ നമ്മുടെ മതങ്ങൾക്കിടയിൽ ഉണ്ടായിരുന്ന പല അനാചാരങ്ങളും നമ്മൾ ഇല്ലാണ്ടാക്കി. അതേപോലെ ഒരു അനാചാരമാണ് എന്ന് ഇതുവരെ അംഗീകരിച്ചിട്ടില്ല. ഒന്ന് തർക്കിച്ചു പോയാൽ പോലും ഞാൻ ഏറ്റവും കൂടുതൽ ഇതിന്റെ പേരിൽ ആക്രമിക്കപ്പെട്ട വ്യക്തിയാണ് ഞാൻ. ഖുർആൻ സുന്നത്ത് സൊസൈറ്റിയിൽ അന്നൊരു പ്രസംഗം ഞാൻ പ്രസംഗിച്ച് അതിന്റെ വീഡിയോ എടുത്തിട്ട് ഈ രാജ്യത്തെ മുഴുവൻ സുഡാപ്പികളും എന്നെ നിരന്തരമായിട്ട് തുമ്പ് കുട്ടിയോടാ എന്ന് ഇപ്പോഴും ആക്രമിക്കപ്പെടുന്ന വ്യക്തിയാണ് ഞാൻ. അപ്പൊ ഞാനിത് പറയുന്നത് എന്റെ അനുഭവം കൊണ്ടാണ്. ആ അനുഭവത്തിൽ ഉണ്ടാവുന്ന നമ്മള് ആ കുഞ്ഞുനാളിലുണ്ടായ തീക്ഷ്ണമായിട്ടുള്ള അനുഭവങ്ങൾ നമ്മള് കൊണ്ടെത്തിക്കുന്നത് എവിടെയാണ്? ഇത് ശാരീരികമായിട്ടുള്ള വൈകല്യം മാത്രമല്ല ഉണ്ടാക്കുന്നത്, മാനസികമായിട്ട് നമുക്കുണ്ടാക്കുന്ന വൈകല്യം അതൊരു മനുഷ്യന്റെ ജീവിതത്തിൽ ഈ 4 വയസ്സ് മുതൽ അവൻ മരിക്കുന്നവരെ ഈ വൈകല്യം കൊണ്ട് നടക്കണം, ഈ പോരായ്മ കൊണ്ട് നടക്കണം. നേരത്തെ പറഞ്ഞ പോലെ ഈശ്വരൻ ഒന്നും വെറുതെ സൃഷ്ടിച്ചിട്ടില്ല. ഈശ്വരൻ ഒന്നും തന്നെ വെറുതെ സൃഷ്ടിച്ചില്ല. മനുഷ്യ ശരീരത്തിൽ അത് എവിടം വരെ പോകണമോ അവിടം വരെ അത് കൊണ്ട് നടക്കുക തന്നെ വേണം. ഈ പറയുന്ന സ്ത്രീയുടെ ഈ സുന്നത്ത് നടത്തി കഴിഞ്ഞാൽ ഉണ്ടാകുന്ന അവസ്ഥ എന്താണെന്ന് അറിഞ്ഞല്ലോ. ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള, ഇപ്പൊ നമ്മുടെ ലൈംഗിക തീഷ്ണതയ്ക്ക് ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള 2 ഘടകങ്ങളാണ് മുറിച്ചു കളയുന്നത്, പുരുഷന്റെതും സ്ത്രീയുടേതും. ഏറ്റവും സെൻസിറ്റീവായിട്ടുള്ള ആ സെൻസിറ്റീവായിട്ടുള്ള സംഗതി അവിടെ മുറിച്ചു കളഞ്ഞാൽ അവിടെ എന്താവും? സെൻസിറ്റിവിറ്റി നഷ്ടപ്പെടും, ഉറപ്പ്, യാതൊരു സംശയമില്ല. സെൻസിറ്റിവിറ്റി ഇല്ല. അപ്പൊ അവിടെ ഒരു ഫീല് നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. അത് നമ്മൾ ഈ വണ്ടിക്കടിക്കുന്ന ഗ്രീസ് അടിച്ചാൽ ആ ഫീല് തിരിച്ചു കിട്ടില്ല. ശരീരം ഉണ്ടാക്കുന്ന ഒരു ദ്രവമാണ്. ആ ശരീരം ഉണ്ടാക്കുന്ന ദ്രവം, ആ ദ്രവം അങ്ങനെ തന്നെ എങ്കിൽ അത് എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഈ ഇന്റർകോഴ്സിന് സഹായിക്കാൻ വേണ്ടിയിട്ടാണ്, അവന്റെ രതിമൂർച്ചയ്ക്ക് വേണ്ടിയിട്ടാണ്. ആ രതിമൂർച്ച ഇല്ലാതാക്കുക, സ്ത്രീകളുടെ രതിമൂർച്ച ഇല്ലാതാക്കി കഴിഞ്ഞാൽ പിന്നെ സ്ത്രീക്ക് അപ്പുറത്തെ വീട്ടിലോട്ട് ചാടിപ്പോവില്ല എന്നുള്ളതായിരിക്കണം ചിലപ്പോൾ അതിന്റെ ശാസ്ത്രീയമായിട്ടുള്ള അവരുടെ ചിന്താഗതി, അങ്ങനെ ആയിരിക്കണം. ഏതായാലും ഈ കാലഘട്ടത്തിലെങ്കിലും ഈ മനുഷ്യനൊന്ന് ചിന്തിച്ചു നോക്കണം, ഇതിന്റെ ആവശ്യമുണ്ടോ? ഇനി മതപരാണെങ്കിലും സുന്നത്തല്ലേ, ഫർളല്ലല്ലോ, അതിനെ നിർബന്ധിക്കേണ്ട കാര്യമില്ലല്ലോ എന്ന് ആധുനിക ലോകം ചിന്തിക്കേണ്ട സമയമായി. നമുക്കിത് പറയാൻ പറ്റില്ല, ഞാൻ ഇപ്പം മുസ്ലിമല്ല. പക്ഷെ ഞാൻ എന്റെ അനുഭവം, ഞാൻ ഇസ്ലാമായിട്ട് നിന്ന കാലഘട്ടത്തിൽ എന്റെ അനുഭവം ഞാൻ പറയുന്നത്. ആ അനുഭവം ഉണ്ടാക്കിയ അത് മാത്രമല്ല, ഇതുകൊണ്ടുണ്ടാകുന്ന വൈകൃതങ്ങള് വേറെ തന്നെ ഉണ്ട്. എല്ലാവർക്കും ഉണ്ടായിക്കോണമെന്നില്ല. പക്ഷെ ഇതുകൊണ്ടുണ്ടാകുന്ന വൈകൃതങ്ങൾ ഉണ്ട് എന്നുള്ളതിന് നല്ല തെളിവ് എനിക്കുണ്ട്. അത് എന്റെ അനുഭവം കൊണ്ടാണ്. ചിലപ്പോൾ നമ്മൾ മറക്കാൻ ആഗ്രഹിക്കുന്ന ഒരു കാലഘട്ടം ഉണ്ട്, എന്റെ കുഞ്ഞുനാളിലൊരു കാലഘട്ടം. അത് ഞാൻ മാത്രമല്ല, ഞാൻ പല സുഹൃത്തുക്കളോട് സംസാരിച്ചപ്പോഴൊക്കെ അവർക്കൊക്കെ ഈ അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഈ സുന്നത്ത് കഴിഞ്ഞിട്ട് മദ്രസാ പീഡനങ്ങൾ, അത് നിരന്തരമായിട്ടുണ്ടാവുന്നു. അത് ഈ ആധുനിക കാലത്തും ഈ പറയുന്ന ആൺകുട്ടികൾക്ക് ജീവിക്കാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അതിൽ എന്തുകൊണ്ട് ഇത് സംഭവിക്കുന്നു? എന്തുകൊണ്ട്? ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സാധാരണ ഒരു ബന്ധപ്പെടലിനേക്കാളും അവൻ ഇഷ്ടപ്പെടുന്നത് ഈ ഘർഷണമാണ്. അരം പ്ലസ് അരം എന്നുള്ളൊരു അവസ്ഥയിലേക്ക് അവർ വരുന്നുണ്ടെങ്കിൽ അത് ശാസ്ത്രീയമായിട്ട് വിലയിരുത്തേണ്ടത് പഠിക്കേണ്ട കാലമായി. ഇപ്പൊ നാളെ ഇതിന്റെ പേരിൽ നമ്മളെയൊക്കെ ചിലപ്പോൾ ആക്രമിച്ചേക്കാം. ഒരു മതത്തിന്റെ കാര്യത്തിൽ ഇടപെട്ടു എന്ന് പറയുന്നു. മതത്തിന്റെ കാര്യമില്ല, നമ്മൾ ഇടപെടുന്നത് മനുഷ്യന്റെ കാര്യത്തിലാണ്. മനുഷ്യന് റൈറ്റ് ഉണ്ട്. പിറന്നു വീഴുന്ന ഓരോ
ഓരോ ജീവനും ഒരു റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് സൂക്ഷിക്കാൻ അവന് അവകാശമുണ്ട്. അത് പ്രത്യേകിച്ച് ഇന്ത്യയുടെ ഭരണഘടന കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്, വ്യക്തി എന്ന നിലയ്ക്ക് എന്റെ വ്യക്തി സ്വാതന്ത്ര്യം, എന്റെ ശരീരം അതെങ്ങനെ കൊണ്ടുപോകണം എന്നുള്ള റൈറ്റ് ഉണ്ട്. ആ റൈറ്റ് 18 വയസ്സിന് ശേഷം എനിക്ക് വേണമെങ്കിൽ തീരുമാനിക്കാം, എന്റെ മതപരമായ കാര്യത്തിൽ ഞാൻ ഇത് മുറിച്ചു കളയുന്നു, ഒരു പ്രശ്നവുമില്ല, അയാൾ ഹോസ്പിറ്റലിൽ പോയിക്കോട്ടെ, നടത്തിക്കോട്ടെ. പക്ഷെ ഈ കുഞ്ഞുങ്ങളുടെ നേരെ ചെയ്യരുത്. ഭയങ്കര ദുരന്തമാണിത് ഉണ്ടാക്കി വെച്ചത്. ശ്രീ രാമസിംഹൻജി, നമ്മൾക്കറിയാം ഇതൊരു മൃഗീയമായിട്ടുള്ള ഒരു കൊലപാതകമാണ് എന്നറിയാം. ഇന്നിപ്പോ നമ്മുടെ ഈ ഒരു ചർച്ചയ്ക്ക് ഇടയിൽ പോലും രാമസിംഹൻജി ഞാൻ ഒന്നുകൂടെ പറയാം, ഈ ഒരു ചർച്ച നടക്കുന്ന ഈ സമയത്ത് തന്നെ ഈ മൃഗീയത കൃത്യമായിട്ട് കമന്റിലൂടെ എനിക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതായത് ഒരു 69 ദിവസമായ ഒരു കുരുന്നിനെ കൊലപാതകം ചെയ്ത ആ ഒരു നികൃഷ്ട ജന്മങ്ങളെ ന്യായീകരിച്ചുകൊണ്ട് മതത്തിന്റെ ആ പേരിൽ വന്ന് നികൃഷ്ടന്മാർ ഇവിടെ സംസാരിക്കുന്നത് കൃത്യമായിട്ട് നമ്മൾ കാണുന്നുണ്ട്. ഈ അസുരന്മാരോട് എന്താണ് പറയുന്നത്? എന്താ പറയാ, നമുക്ക് ഒന്ന് ആലോചിച്ചു. ഈശ്വരൻ എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് പറയുന്നത്, ഈശ്വരൻ അള്ളാഹ് എന്ന് പറയുന്നത് സ്നേഹത്തിന്റെ ഭാവമാണ്. ഈ ദൈവം നമ്മുടെ ഗുഹ്യഭാഗത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കുകയാണോ? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈശ്വരന്റെ പണി അതാണോ? അവൻ്റെത് മുറിച്ചിട്ടുണ്ടോ, ഇവളത് മുറിച്ചിട്ടുണ്ടോ എന്ന് നോക്കി നിൽക്കുന്ന ദൈവം എന്തൊരു ചീപ്പ് ദൈവം എന്ന് ആലോചിച്ച് നോക്കൂ. അപ്പൊ മനുഷ്യൻ എന്നുള്ള സാമാന്യ ബോധത്തിൽ വെച്ച് ചിന്തിക്കുമ്പോൾ, അവന്റെ ഈശ്വര സങ്കല്പത്തെ കുറിച്ച് ചിന്തിക്കുമ്പോൾ, ഒരു ഈശ്വരനും ഈ തന്റെ സൃഷ്ടിയുടെ ഏതെങ്കിലും ഭാഗം മുറിച്ചു കളയണം എന്ന് പറയുന്ന ഒരു ദൈവം ഉണ്ടാവില്ല. ഒരു സൃഷ്ടിക്ക് ആ സൃഷ്ടി പൂർണ്ണമായിട്ടും ദൈവം, ഇപ്പൊ ഖുറാനിൽ തന്നെ പറയുന്നത്, ദൈവം മനുഷ്യനെ അവന്റെ രൂപത്തിൽ സൃഷ്ടിച്ചു എന്നാ. ആദത്തിനെ സൃഷ്ടിക്കുകയും മണ്ണുകൊണ്ട് സൃഷ്ടിക്കുകയും അവന്റെ റൂഹ് നൽകിയിട്ട് മനുഷ്യനാക്കി മാറ്റുകയും അവന്റെ ഭാര്യയിലെടുത്ത് അവയെ സൃഷ്ടിക്കുകയും ചെയ്തു തുടങ്ങി. അപ്പൊ അങ്ങനെയാണെങ്കിൽ പൂർണ്ണമായിട്ടാണ് മനുഷ്യനെ ഈശ്വരൻ സൃഷ്ടിച്ചത്. ഈ ഈശ്വരൻ എന്റെ കിടപ്പറയിലേക്ക്, എന്റെ ഗുഹ്യതയിലേക്കോ അല്ലെങ്കിൽ ഒന്നും നോക്കുന്ന ആളല്ല. നമ്മളൊക്കെ പറയും, ഞാൻ എപ്പോഴും പണ്ട് പറയാറുണ്ട്, കൽബിലേക്ക് നോക്കുന്നവനാണ് ഈശ്വരൻ. എന്റെ ഹൃദയശുദ്ധിയാണ് ഈശ്വരന് ആവശ്യമുള്ളത്. എന്റെ ഇബാദത്ത് അല്ലെങ്കിൽ ഈ മുസ്ലിങ്ങൾ ചെയ്യുന്ന ഈ നമസ്കാരം കൊണ്ട് പൂർണ്ണമാകുമോ? ഇല്ലല്ലോ. ഈ സുജൂദിലേക്കോ അവന്റെ കൈകെട്ടലിലേക്കോ ഒന്നുമല്ല ഈശ്വരൻ നോക്കുന്നത്. അള്ളാഹു നോക്കുന്നത് എവിടേക്കായിരിക്കും? ഹൃദയത്തിലായിരിക്കും, അല്ലെ? സംശയമില്ലാത്ത കാര്യം. അപ്പൊ മാനവികതയില്ലാത്ത, മനുഷ്യത്വമില്ലാത്ത ഒരു ഹൃദയത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ആ ഹൃദയമല്ലേ നരകത്തിലേക്ക് പോവുക? സാമാന്യ യുക്തിയോട് ചിന്തിക്കൂ. മനുഷ്യന്റെ ഹൃദയമാണ് ശുദ്ധമായിട്ട് വയ്ക്കേണ്ടത്. മറ്റതൊക്കെ കർമ്മങ്ങളാണ്. ഇപ്പൊ ഹിന്ദുവിലെ അനാചാരം ഒന്ന് ആലോചിച്ച് നോക്കൂ. ഈ ബ്രാഹ്മണ മേധാവിത്വത്തിനെതിരെ ആദ്യം ഇറങ്ങിയത് ബ്രാഹ്മണരാണ്, അല്ലേ? അടുക്കളയിൽ നിന്ന് അരങ്ങിലേക്ക് നമുക്ക് നാടകം കളിച്ചുകൊണ്ടാണ്. ബ്രാഹ്മണ സമൂഹം തന്നെയാണ് ഈ ഇവിടുത്തെ മാറ്റത്തിന് മുന്നോട്ട് വന്നിട്ടുള്ളത്. അതേപോലെ ഇസ്ലാമിക പണ്ഡിതന്മാര് ഇതൊന്ന് ചിന്തിച്ചു നോക്കട്ടെ. കാരണം ഇത് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് അള്ളാഹുവിന് അല്ലെങ്കിൽ ദൈവത്തിന് എന്ത് കിട്ടും? സുന്നത്ത്, ആ വാക്കെന്നായിരിക്കും. സുന്നത്ത് എന്ന വാക്ക്, ആ വാക്കിനെ സുന്നത്ത് ചെയ്താൽ കൂലിയുണ്ട്, ചെയ്തില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല എന്നുള്ളത് എന്റെ സാമാന്യ ബുദ്ധിക്ക് ഞാൻ പറയുന്നത്. അങ്ങനെയെങ്കിലും വെച്ചിട്ട് ഈ കുഞ്ഞുങ്ങളെ, ആൺകുട്ടികളെയും പെൺകുട്ടികളെയും, ഇപ്പൊ നമുക്കറിയാം ഇറാനിലെ ഒരു സ്ത്രീയാണ് ഈ പറയുന്ന സ്ത്രീകളെ സംബന്ധിച്ച പരിശീലനത്തെ കുറിച്ച് വലിയ സമരവുമായിട്ട് മുന്നോട്ട് വന്നത്. ആ സ്ത്രീ എത്ര കാലം ജയിലിൽ കിടക്കേണ്ടി വന്നു എന്നുള്ളത് നമ്മൾ വായിച്ചിട്ടുണ്ട്. ലോകത്തിന്റെ എല്ലാ കോണിലും ഈ പ്രശ്നം നടക്കുന്നുണ്ട്. സൗദിയിലും നടക്കുന്നുണ്ട്. നമ്മളിപ്പോ എല്ലായിടത്തും പോയി കഴിഞ്ഞാലും ഇതിനെക്കുറിച്ച് സംസാരിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ ഒരു പരിണിത ഫലം അവരൊക്കെ പറയുന്നുണ്ട്. അവർ മുൻപോട്ട് വരില്ല, രഹസ്യമായിട്ടാണ് പറയുന്നത്. ഇതുണ്ടാക്കുന്ന ഇമ്പാക്ട്, മാനസികമായ ഇമ്പാക്ട്, ശാരീരികമായ ഇമ്പാക്ട്, ഇതൊക്കെ എല്ലാവർക്കും അറിയാം. പക്ഷെ മതത്തിന്റെ മുമ്പിൽ എന്റെ മതം എന്ത് ശഠിച്ചാലും അത് ശരിയാണ് എന്ന് പറഞ്ഞ്. ഇപ്പൊ മുത്തലാഖ് നേരത്തെ പറയില്ലേ, മുത്തലാഖ് മാറിയപ്പോ ഇവിടെ നിന്നുണ്ടായത്? നിയമം വന്നപ്പോ മുത്തലാഖ് പോയില്ലേ? മുത്തലാഖ് തന്നെ ഒന്നും ചൊല്ലി, രണ്ടും ചൊല്ലി, മൂന്നും ചൊല്ലി, ഒറ്റ ചൊല്ല് പാടില്ലെന്നാ മുത്തലാഖ്. അത് അതേപോലെ തന്നെ സുന്നത്ത്. എന്തൊക്കെയാണ് സുന്നത്ത്? സുന്നത്ത് ഫർളാണോ? അത് നിർബന്ധമാണോ? എവിടെയാണ് നിർബന്ധം? ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ ഖുറാനിലില്ല, ഹദീസുകളിലുള്ളത്. ഹദീസുകളുള്ളതൊക്കെ നോക്കുകയാണെങ്കിൽ
മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല. ഇന്ത്യയോട് യുദ്ധം ചെയ്താൽ സ്വർഗത്തിൽ പോകുന്നു പറഞ്ഞിട്ടുണ്ട് ഹദീസിൽ. ഭാരതത്തിൽ യുദ്ധം ചെയ്ത് കഴിഞ്ഞാൽ, ഭാരതത്തോട് യുദ്ധം ചെയ്താൽ സ്വർഗമാണ്. അതേപോലെ ഹിന്ദു ഈ ബിംബാരാധനെ കണ്ട് വെച്ച് വെട്ടണം എന്ന് മതം പറയുന്നുണ്ട്. വെട്ടാൻ പറ്റൂ. ക്രിസ്ത്യാനികളെ സ്നേഹിതരാക്കരുത് എന്ന് പറയുന്നുണ്ട്. യഹൂദികളെ കൊല്ലണം എന്ന് പറയുന്നുണ്ട് മതം. അപ്പൊ ചോദിച്ചാൽ അയ്യോ അത് അങ്ങനെയല്ല, അത് ഇന്ന അവസരത്തിൽ പറഞ്ഞാണ്. ഏത് അവസരത്തിൽ പറഞ്ഞാലും അത് അവിടെ ഉണ്ട്. ഇപ്പൊ നമുക്ക് ഇസ്രായേലിൽ ചെന്ന് നോക്കുക. ഇപ്പൊ ഇസ്രായേലിലെ കുട്ടികളെ എങ്ങനെയാ, ഇന്നലെ നമ്മൾ കണ്ടു എങ്ങനെയാണ് കുട്ടികളെ പഠിപ്പിക്കുന്നത്. യഹൂദികളെ കൊല്ലാൻ വേണ്ടി കുരുന്നുകളെ പഠിപ്പിച്ചു വരുന്ന ഒരു അവസ്ഥയുണ്ട്. അപ്പൊ ഈ മതത്തിന്റെ പേരിൽ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കുക, അത് അവന്റെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഇമ്പാക്ട്, ഇത് ശാസ്ത്രീയമായിട്ട് ആരും പഠിച്ചിട്ടില്ല. ഇതിന് ശാസ്ത്രീയമായിട്ടൊരു പഠനം വേണം. ആരും പഠിച്ചില്ല. കാരണം പഠിച്ചു കഴിഞ്ഞാൽ ഇത് മതത്തിനെതിരായിട്ടുള്ള അറ്റാക്കായിട്ട് വരും. ഇപ്പൊ നമുക്കറിയാം മുത്തലാഖിനെ എതിർത്ത് എന്തുമാത്രം ആൾക്കാരെ എതിർത്തു. പക്ഷേ ആ എതിർത്ത് മുസ്ലിങ്ങൾ മുഴുവൻ തിരിച്ചു വോട്ട് ചെയ്യും. ഇതാ മോദി തോറ്റുപോകുന്ന UP-യിലെ മുസ്ലിങ്ങൾ മുഴുവനും, മുസ്ലിം സ്ത്രീകൾ മുഴുവൻ ആരുടെ കൂടെ നിന്നു? മോദിയുടെ കൂടെ നിന്നു. കാരണം അവരുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു എന്താണ് അവർക്കെതിരെയുള്ള ഒരു ആയുധമായിരുന്നു ഈ മുത്തലാഖ്. വാട്സപ്പിൽ അയച്ചാൽ മതി, മെസ്സേജ് അയച്ചാൽ മതി, കാർഡിൽ അയച്ചാൽ മതി. എങ്ങനെയായാലും മുത്തലാഖ് ഇന്നത് പറ്റുന്നില്ല. അപ്പൊ ആ നിയമം മാറി. അപ്പൊ മതത്തിന്റെ നിയമം എന്ന് പറയുന്നത് ഈ ശാരീരികമായിട്ടുള്ള വെട്ടിയിലും മുറിക്കലും ഒക്കെ മാറ്റിവെക്കാവുന്നതാണ്. കാരണം അത് മാനവികതയുടെ നിയമം വരണം അവിടെ. ഇപ്പൊ ഹിന്ദുക്കളിൽ അങ്ങനെ ഉണ്ടെന്ന് പറയുന്നത് ഒച്ചപ്പാടുണ്ടാക്കുന്നവരുണ്ടല്ലോ. അതേ ഒച്ചപ്പാട് ഇസ്ലാമിലുണ്ടെങ്കിൽ ഇസ്ലാമിൽ നിന്ന് എടുത്ത് മാറ്റണം. ഇപ്പൊ നമുക്ക് പറയാൻ പറ്റില്ല. അത് അവരുടെ എന്താ പറയുന്നത്, മത അധ്യക്ഷന്മാരിരുന്നിട്ട് ഇതിന്റെ ആവശ്യമുണ്ടോ, ഇത് നിർബന്ധമാണോ, ഇതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്, ഇനി ഇതൊരു അടയാളമാണെങ്കിൽ പലപ്പോഴും നേരത്തെ ജനിച്ചു വരുന്ന ആൾക്കാർക്കും ഇതേപോലത്തെ അടയാളങ്ങളുണ്ടല്ലോ. ആ അടയാളം കൊണ്ട് മുസ്ലിം ആകും? ഇല്ലല്ലോ. അപ്പൊ ഇത് ഈ പറയുന്ന 21-ാം നൂറ്റാണ്ടിൽ ഇതിനെക്കുറിച്ച് ഇതിന് ആവശ്യകതയുണ്ടോ എന്നുള്ള ആദ്യം ചിന്തിക്കണം. പിന്നെ കുട്ടിയുടെ സമ്മതമില്ലാതെ ഇത് പാടില്ല എന്നുള്ളത് നിയമം കൊണ്ടുവരണം. ഏതൊരു വ്യക്തിക്കും അവനവന്റെ, ഇപ്പൊ എനിക്ക് നാളെ മുസ്ലിമായി ജനിച്ചു, അവൻ മുസ്ലിമായി തന്നെ മരിച്ചോളം നിർബന്ധമൊന്നുമില്ലല്ലോ. അങ്ങനെ നിർബന്ധം ആർക്ക് കൊടുക്കാൻ പറ്റില്ല. എപ്പോൾ വേണമെങ്കിലും അയാൾക്ക് മാറാം. അതേപോലെ ഇത് ഈ ഒരു വ്യക്തിയുടെ അവകാശമാണ്. മതമാണെങ്കിലും ശരി, മത നിയമങ്ങളാണെങ്കിൽ ശരി, അത് വ്യക്തി അറിഞ്ഞ് ആചരിക്കേണ്ടതാണ്. അതിന്റെ ശരിതെറ്റുകൾ അറിഞ്ഞ് ആചരിക്കേണ്ടതാണ്. ആ ശരിതെറ്റുകൾ അറിഞ്ഞ് ആചരിക്കേണ്ടുന്ന അവസ്ഥയിലേക്ക് കുട്ടികൾ എത്തണം. വേണ്ടേ? മിനിമം 18 വയസ്സ്. 18 വയസ്സിന് ശേഷം ചെയ്തോ ഒരു കുഴപ്പമില്ല. അത് അവന്റെ സമ്മതത്തോട് ചെയ്യാണ്. ഒരു ബുദ്ധിമുട്ടുമില്ലോ. ഹോസ്പിറ്റലിൽ ചെയ്തിട്ട് സമ്മതപത്രം എഴുതി കൊടുത്തിട്ട് ചെയ്തോട്ടെ, കുഴപ്പമില്ല. പക്ഷെ ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ ഇതേപോലെ കൊലയ്ക്ക് കൊടുക്കരുത്. ഇപ്പൊ നമ്മളിപ്പം ഹോസ്പിറ്റലിൽ ചെയ്യുന്ന എവിടെ നിന്ന് ചെയ്താലും ഈ അപകടങ്ങളുണ്ട്. കാരണം വളരെ മർമ്മമായിട്ടുള്ള സ്ഥലം, വളരെ കുഞ്ഞുങ്ങൾ 30, 40, 50 വയസ്സാകുമ്പോൾ ദിവസങ്ങളുമാകുമ്പം ഇത് സുന്നത്ത് ചെയ്യാന്ന് പറഞ്ഞത് ഒരു ശരീരത്തോട് ചെയ്യുന്ന ഏറ്റവും വലിയ ക്രൂരത തന്നെയാണ്. അതുകൊണ്ട് ഇത് ഇപ്പൊ താഴെ വന്ന് ഈ എന്താണ് മറ്റേ വിരകുന്ന ആളുകളോട് സാമാന്യ ബുദ്ധി കൊണ്ട് ചിന്തിക്കാനും പ്രവർത്തിക്കാനും പറയുന്നത്. ഒരു മനുഷ്യനായിട്ട് ചിന്തിക്കാനും മതത്തിന്റെ അടിമയാവാതെ മാനവികതയുടെ ഭാഗത്ത് നിന്നിട്ട് മനുഷ്യന് ഇതൊക്കെ ആവശ്യമുണ്ടോ എന്നൊന്ന് ചിന്തിക്കാനാ പറയുന്നത്. ഇത് എന്റെ അഭിപ്രായത്തിൽ ഒരു ദൈവത്തിനും ഇഷ്ടമുണ്ടാവില്ല തന്റെ ഈ സൃഷ്ടികളുടെ ഗുഹ്യ ഭാഗത്തേക്ക് നോക്കിക്കൊണ്ടിരിക്കാൻ. അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു ദൈവത്തിന്റെ ഗതികേട് നമ്മൾ ആലോചിച്ച് നോക്കുക, മനുഷ്യനായിട്ട് ആലോചിക്കുക. ഒരു ദൈവം അത് ചെയ്യില്ല. ഒരു ദൈവവും മനുഷ്യനെ വേദനിപ്പിക്കുന്നത് ഇഷ്ടപ്പെടുകയില്ല. പ്രത്യേകിച്ച് കുഞ്ഞുങ്ങളെ ദൈവങ്ങളാണ്. ആ ദൈവങ്ങളായ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാൻ ഒരു ദൈവം മുന്നോട്ട് ഇറങ്ങുമോ? ഇല്ല. അപ്പൊ ഇത് ദൈവികമല്ല, ഇത് പൈശാചികമാണ്. ആ പൈശാചികത ചെയ്യുന്ന അച്ഛനാണെങ്കിലും അമ്മയാണെങ്കിലും മതമേധാവികളാണെങ്കിലും അവര് ശിക്ഷയ്ക്ക് അർഹതാണ്. ഈ 10, 30, 40 ദിവസം പ്രായമുള്ള കുട്ടിക്ക് മരണം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഏത് വകുപ്പ് എടുക്കേണ്ടത്? കൊലപാതക കുറ്റം തന്നെയാണ്. അപ്പൊ നാളെ മതത്തിന്റെ പേരിൽ ഞാന് ഇതേ സ്വഭാവം ഒരാളത്ത് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് കേസെടുക്കാൻ പറ്റുമോ? അങ്ങനെയാണെങ്കിൽ
കാരണം മതത്തെ എന്റെ മറ്റേ ഒരു ഇസ്ലാമിക മതപ്രകാരം ഒരു ക്രിസ്ത്യാനിയെ അല്ലെങ്കിൽ ഒരു ഹിന്ദുവിനെ അങ്ങ് കശാപ്പ് ചെയ്തിട്ട് പറയാ എന്റെ ഖുർആനില് ഇന്ന വാക്യത്തില് ഞാൻ അത് ചെയ്തു, കോടതി വെറുതെ വിടുവോ? മതപ്രകാരമാണെങ്കിൽ മതശിക്ഷ ആണെങ്കിൽ നാളെ കട്ടവരെ പിടിച്ചു, കൈ രണ്ടും അങ്ങ് വെട്ടി, നാളെ പറയാ എന്റെ ശരീരത്തെ നിയമമാണെന്നേ കൈ മുറിക്കുന്നത്, എറിഞ്ഞു കൊല്ലുന്നത് എന്റെ നിയമമാണ്, അത് കോടതിയിൽ നിലനിൽക്കും. അപ്പൊ കോടതി എടുക്കേണ്ടത്, പോലീസ് എടുക്കേണ്ട കേസ് ഇത് കൊലപാതക കുറ്റത്തിന് എടുക്കണം. ഇനി ഇത്തരം ഒസാമാര് പുറത്തിറങ്ങാൻ പാടില്ല. ഓരോ സ്ഥാനം ശിക്ഷിച്ചാൽ കുറച്ച് പേടി ഉണ്ടാവും. ആ പേടി വേണം സമൂഹത്തിന്. അത് ഒളിച്ചു വെക്കലല്ല. ഇത്തരം കാര്യങ്ങളിൽ ഇപ്പം ഈ പണ്ടൊക്കെ മതപീഡനങ്ങള്, മദ്രസകളെ പീഡനങ്ങളൊക്കെ ഒളിച്ചു വെച്ച് ഒരു സമൂഹത്തിനെ ഇല്ലാണ്ടാക്കി. ഇന്ന് അത് തെളിഞ്ഞു വന്നപ്പോ, ധാരാളം കേസുകൾ വന്നപ്പോ അല്പമെങ്കിലും ജനം അതിനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്, രക്ഷകർത്താക്കൾ മുന്നോട്ട് വരുന്നുണ്ട്. അത് ചിന്തിക്കണം. അപ്പൊ ആ ഒരു റിയാക്ഷൻ ഉണ്ടാവണം സമൂഹത്തിന്റെ ഇടയിൽ. മതത്തിന് അതീതമാണ് ഇത്, കുഞ്ഞുങ്ങളുടെ പ്രശ്നമാണ്, ജീവന്റെ പ്രശ്നമാണ്. അത് മതം, കേവലം മതം എന്ന് പറഞ്ഞ് മതവിശ്വാസം എന്ന് പറഞ്ഞ് തള്ളിക്കളയാൻ പറ്റില്ല. അതിന് ഒരു സമൂഹം റിയാക്ട് ചെയ്യണം. റിയാക്ട് ചെയ്യേണ്ട സമൂഹം റിയാക്ട് ചെയ്യാതിരുന്നാൽ നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. എന്തായാലും ഇനി ഒരു കുരുന്നിന്റെ ജീവൻ പോവാതിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. കാരണം ശരീഅത്ത് നിയമം തന്നെ ഇവിടെ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു കൂട്ടർ, അവർക്ക് വേണ്ടി ഭരിക്കുന്ന രീതിയിൽ മറ്റൊരു കൂട്ടർ ഇരിക്കുന്ന, നമ്മുടെ ഇന്നത്തെ ഈ ആനുകാലിക ഭരണം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ഈ നാടുകളിൽ ഇതല്ല, ഇതിനപ്പുറം സംഭവിച്ചു കഴിഞ്ഞാലും അത്ഭുതപ്പെടാനൊന്നുമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തായാലും ഇനി ഇതുപോലെ ഒരു കുരുന്നിന്, 1-2-2.5 മാസപ്രായമായ ഒരു കുരുന്നിന് ജീവൻ പോയി. അതിന് സാംസ്കാരിക നായകന്മാരാണ് ഞങ്ങൾ, അതല്ലെങ്കിൽ നവോത്ഥാന നായകന്മാരാണ് ഞങ്ങൾ എന്ന് സ്വയം എടുത്തണിഞ്ഞ, മൂടുപടം എടുത്തണിഞ്ഞ ഒരെണ്ണം പോലും വാ തുറന്നിട്ടില്ല എന്നിരിക്കാം. ഇതിനെതിരെ ശബ്ദിക്കാൻ ഒരു മാധ്യമവും രംഗത്ത് വന്നിട്ടില്ല എന്നിരിക്കാം. ഇവിടെ മതാധിപത്യം വന്നു എന്ന് ആരെങ്കിലും സംശയിച്ചു കഴിഞ്ഞാൽ അവരെ കുറ്റപ്പെടുത്താനാവില്ല. എന്തായാലും ഈ ഒരു വിഷയം നമ്മൾക്കാവുന്ന രീതിയിൽ ജനസമക്ഷത്തിലേക്ക് എത്തിക്കാൻ നമ്മൾക്കായി എന്ന് തന്നെ വിശ്വസിക്കാം. അതിൽ കൃത്യമായിട്ട് നമ്മുടെ വിശിഷ്ട അതിഥികൾ എല്ലാവരും അത് കൃത്യമായിട്ട് പ്രേക്ഷകരിലേക്ക് എത്തിച്ചു എന്ന വിശ്വാസത്തോടെ തൽക്കാലം നമുക്ക് ഈ സെഷൻ ഇവിടെ അവസാനിപ്പിക്കാം. നമ്മുടെ വിശിഷ്ട അതിഥികൾക്ക് എല്ലാവർക്കും ഒരുപാട് നന്ദി. അതേപോലെ നമ്മുടെ മാന്യ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി. നമസ്കാരം. ജയ് ഹിന്ദ്, ജയ് ശ്രീറാം.